നിങ്ങൾ ഒരു ബ്രസീൽ ആരാധകനായിരിക്കാം, അല്ലെങ്കിൽ അർജന്റീനയുടെ കടുത്ത ആരാധകനായിരിക്കാം. മറഡോണ, മെസ്സി, പെലെ, നെയ്മർ ഇവരെയൊക്കെ ആയിരിക്കും നിങ്ങൾ നെഞ്ചിലേറ്റുന്നത്. പക്ഷേ ഫുട്ബോളിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഏതൊരാളും മനസ്സുകൊണ്ട് ഒരിടത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അത് ഓറഞ്ച് ജേഴ്സി അണിഞ്ഞ നെതർലാൻഡ്സിന് വേണ്ടിയായിരിക്കും. എന്താണ് ഈ ടീമിനെ ഇത്രമാത്രം പ്രിയങ്കരമാക്കുന്നത്? കാരണം ലളിതമാണ്. ടോട്ടൽ ഫുട്ബോൾ. ഫുട്ബോളിനെ കേവലം ഒരു കളിയായി കാണാതെ അതിനെ ഒരു കലയായി മാറ്റിയത് ഡച്ചുകാരാണ്. പന്ത് തട്ടുന്ന ഓരോ കളിക്കാരനും ആ ടീമിന്റെ ഭാഗമാണെന്ന് തോന്നിപ്പിക്കുന്ന, എതിരാളിയെ വിസ്മയിപ്പിക്കുന്ന ആ കളിശൈലി. ഈ സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ടീമിന്റെ ഫാൻ ആകേണ്ടതില്ല. ഫുട്ബോൾ പ്രേമിയായാൽ മാത്രം മതി. നെതർലാൻഡ്സ് ലോകകപ്പ് ജയിച്ചിട്ടില്ലായിരിക്കാം, പലതവണ ഫൈനലുകളിൽ വീണുപോയിട്ടുമുണ്ടാകാം. പക്ഷേ തോൽക്കുമ്പോഴും അവർ കളിക്കുന്ന ഫുട്ബോളിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. തോൽവികളിലും അവർ തങ്ങളുടെ ശൈലി മാറ്റിയില്ല. ഫലത്തേക്കാൾ ഉപരി കളിയുടെ മനോഹാരിതയ്ക്ക് അവർ നൽകിയ പ്രാധാന്യമാണ് ആരാധകരെ അവരിലേക്ക് അടുപ്പിക്കുന്നത്. ഫുട്ബോൾ ഭൂപടത്തിൽ നെതർലാൻഡ്സ് എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനത്താണ്. അത് കപ്പുകൾ കൊണ്ടല്ല, മറിച്ച് അവർ നൽകുന്ന മനോഹരമായ ഓർമ്മകൾ കൊണ്ടാണ്. നിങ്ങൾ ഏത് ടീമിന്റെ ആരാധകനായാലും നെതർലാൻഡ്സിന്റെ കളി കാണുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ആവേശം നിങ്ങൾക്കും ഉണ്ടാകാറില്ലേ? അത് തന്നെയാണ് ഈ ടീമിന്റെ വിജയം. ഇത്രയും മനോഹരമായ ഫുട്ബോൾ കളിക്കാൻ നെതർലാൻഡ്സിന് കഴിഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ഇതിഹാസ താരങ്ങൾ കൊണ്ടാണ്. ടോട്ടൽ ഫുട്ബോളിന്റെ ഉപജ്ഞാതാവായ യോഹാൻ ക്രൈഫ്, റൂത്ത് ഗുള്ളിറ്റ്, ഫ്രാങ്ക് റൈക്കാർഡ്, ഗോൾ വേട്ടക്കാരൻ മാർക്കോ വാൻ ബാസ്റ്റൻ, മാന്ത്രിക സ്പർശമുള്ള ഡെന്നിസ് ബെർക്കാംപ്, എഡ്ഗാർ ഡേവിഡ്സ്, ആര്യൻ റോബൻ, അങ്ങനെ ലോക ഫുട്ബോളിനെ വിസ്മയിപ്പിച്ച ഒരുപാട് താരങ്ങൾ ആ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. 2026 വേൾഡ് കപ്പിലെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. ജപ്പാനുമായുള്ള ആദ്യ മത്സരം സമനിലയിൽ അവസാനിച്ചു. ആരാധകർ ഒന്ന് ആശങ്കപ്പെട്ട നിമിഷം. എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ കണ്ടത് യഥാർത്ഥ ഓറഞ്ച് പടയായിരുന്നു. സ്വീഡനെതിരെ 5-1 എന്ന സ്കോറിന് അവർ തകർപ്പൻ വിജയം നേടി. ബ്രയാൻ ബ്രോബിയുടെയും കോഡി ഗാക്പോയുടെയും മിന്നുന്ന പ്രകടനങ്ങൾ ആരാധകരെ ആവേശത്തിലാക്കി. സ്വീഡനെതിരായ മത്സരത്തിലെ താരം ബ്രയാൻ ബ്രോബിയായിരുന്നു. 2 നിർണായക ഗോളുകൾ നേടി അദ്ദേഹം തന്റെ ഫിനിഷിംഗ് മികവ് തെളിയിച്ചു. അതുപോലെ കോഡി ഗാക്പോയാണ് ലോകകപ്പിൽ നെതർലാൻഡ്സിന് വേണ്ടി തിളങ്ങുന്ന മറ്റൊരു താരം. ലിവർപൂളിന് വേണ്ടി കളിക്കുന്ന ഗാക്പോയ്ക്ക് തന്റെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ പ്രത്യേകമായ ഒരു ഫോം കൈവരുന്നത് ശ്രദ്ധേയമാണ്. സ്വീഡനെതിരെ അദ്ദേഹം 2 ഗോളുകളും നേടിയിരുന്നു. വിർജിൽ വാൻജിക് ടീമിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പ്രതിരോധ നിരയിൽ വാൻജിക്കിന്റെ സാന്നിധ്യം നെതർലാൻഡ്സിന് വലിയ കരുത്താണ്. ലിവർപൂളിന്റെ നെടുനായകനായ അദ്ദേഹം ലോകകപ്പിലും തന്റെ പരിചയ സമ്പത്ത് കൊണ്ട് ടീമിനെ നയിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ മധ്യനിരയിൽ കളിമനയുന്ന ഫ്രാങ്ക് ഡി ജോങ് വഹിക്കുന്ന പങ്കും വളരെ വലുതാണ്. FC ബാർസലോണയിലെ മിന്നുന്ന പ്രകടനം അദ്ദേഹം ലോകകപ്പിലും തുടരുന്നു. ജൂൺ 26-ന് ടുണീഷ്യയുമായാണ് നെതർലാൻഡ്സിന്റെ അടുത്ത മത്സരം. ഈ മത്സരം ഒരു സമനില പോലും അവർക്ക് നോക്കൌട്ട് ഉറപ്പിക്കാൻ മതിയാവും. പക്ഷേ നെതർലാൻഡ്സിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്നും ഫുട്ബോൾ പ്രേമികൾക്ക് ഓർമ്മ വരുന്നത് അവരുടെ പെനാൽറ്റി ഷൂട്ടൌട്ട് പരാജയങ്ങളാണ്. എത്ര വലിയ ടീമായിരുന്നാലും നിർണായകമായ പെനാൽറ്റി ഷൂട്ടൌട്ടുകൾ അവർ വീണു പോകുന്നത് ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. ലോകകപ്പുകളിലെ പല പ്രധാനപ്പെട്ട പുറത്താകലുകളും പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയായിരുന്നു. ഈ പെനാൽറ്റി ശാപം 2026-ൽ അവർ മറികടക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നെതർലാൻഡ്സ് ഇക്കുറി കപ്പടിക്കുമോ? നിങ്ങളുടെ പ്രഡിക്ഷൻസ് താഴെ കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.